ഹലോ, നമുക്കിതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള ഇയേഴ്സൊക്കെ ഉള്ള ഒരു ക്യാപ്പ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതിൽ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ ഒരുപാട് ഓർഡർ വന്നിട്ടുള്ള ഒരു ക്യാപ്പാണിത്. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വരെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്യാപ്പാണ്. 2 ഇയേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഞാൻ ഇത് ഒരുപാട് കളേഴ്സിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് കളേഴ്സിൽ ഈ ഒരു ക്യാപ്പ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹലോ, നമുക്ക് ഇതുപോലെയുള്ളൊരു ക്യാപ്പ്, ക്യൂട്ടായിട്ടുള്ളൊരു ക്യാപ്പ്, ഇയേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാപ്പ് ചെയ്തെടുത്താലോ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം സ്റ്റിച്ചസ് ആണെന്ന് വേണ്ടെന്ന് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ഈ ഒരു ക്യാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്യാപ്പിൻ്റെ വിഡ്ത്തിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ന്യൂ ബോൺ സൈസ് ആണെങ്കിൽ നമുക്ക് 3 to 3.5 ഇഞ്ചസ് ആണ് ന്യൂ ബോൺ സൈസിന് നമ്മൾ നോർമലായിട്ട് എടുക്കുക. പിന്നെ ന്യൂ ബോൺ ടു 3 month സൈസ് ആണെങ്കിൽ നമ്മൾ 4 to 4.5 ഇഞ്ച് ആണ് നമ്മൾ വിഡ്ത്ത് എടുക്കുക. 3 to 6 months ആണെങ്കിൽ 5 ഇഞ്ചസ് എടുക്കണം. 6 to 1 year വരെ ആണെങ്കിൽ നമുക്ക് 5 to 5.5 ഇഞ്ചസ് വരെ എടുക്കാം. പിന്നെ 1 year ആണെങ്കിൽ 1 year to 2 year വരെ ആണെങ്കിൽ 5.5 to 6 ഇഞ്ചസ് വരെ എടുക്കാം. പിന്നെ ടോൾഡർ സൈസ് ആണെങ്കിൽ 6 ഇഞ്ചസ്. പിന്നെ ചിൽഡ്രൻസിൻ്റെ ആണെങ്കിൽ 6.5 ഇഞ്ചസ് എടുക്കാം. ടീനേജേഴ്സ് ആണെങ്കിൽ 6.5 to 7 ഇഞ്ചസിൻ്റെ ആ ഒരു വിഡ്ത്ത് എടുക്കാം. മീഡിയം സൈസ് ആണെങ്കിൽ 7.25 ഇഞ്ചസ് എടുക്കണം. അഡൾട്ട്സ് ആണെങ്കിൽ 7.5 ഇഞ്ചസ് എടുക്കണം. എക്സൽ സൈസ് ആണെങ്കിൽ നമുക്ക് 8 ഇഞ്ചസ് എടുക്കാം. അതുപോലെ നമുക്ക് ക്യാപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറക്കം, നമുക്ക് ന്യൂ ബോൺ സൈസിന് 4 ഇഞ്ചസാണ് നമ്മൾ അതിൻ്റെ ഇറക്കം എടുക്കുക. അതുപോലെ ന്യൂ ബോൺ ടു 3 months ആണെങ്കിൽ 5 to 5.5 ഇഞ്ചസ് ലെങ്ത്ത് എടുക്കണം. 3 to 6 months ആണെങ്കിൽ 6 ഇഞ്ചസിൻ്റെ ലെങ്ത്ത് എടുക്കാം. 6 to 1 year 6.25 ഇഞ്ചസ് എടുക്കാം. 1 year to 2 year ആണെങ്കിൽ 6.5 to 7 ഇഞ്ചസ് വരെ നമുക്ക് ലെങ്ത്ത് എടുക്കാം. പിന്നെ ടോൾഡർ സൈസ് ആണെങ്കിൽ 7 to 7.5 ഇഞ്ചസ് എടുക്കണം. ചിൽഡ്രൻസിൻ്റെതാണെങ്കിൽ 7.5 to 8 ഇഞ്ചസ് വരെ എടുക്കാം. പിന്നെ ടീനേജേഴ്സ് ആണെങ്കിൽ 8 ഇഞ്ചസ് എടുക്കാം. മീഡിയം ആണെങ്കിൽ 8.5 ഇഞ്ചസ്. ലാർജ് ആണെങ്കിൽ 8.5 to 9 ഇഞ്ചസ് വരെ എടുക്കാം. പിന്നെ എക്സൽ സൈസ് ആണെങ്കിൽ 9 to 9.5 വരെ എടുക്കാം. പിന്നെ ഇത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ്. ന്യൂ ബോൺ ടു എക്സൽ സൈസ് വരെയുള്ള നോർമൽ മെഷർമെൻറ്റ്സ് ആണ്. പിന്നെ ചിലത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അവരോട് മെഷർമെൻറ്റ്സ് ചോദിച്ചിട്ട് ചെയ്യലാവും ഒന്നും കൂടി ബെറ്റർ ആവുക. ഇത് മെഷർമെൻറ്റ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് കൊണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 to 6 months വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് മാജിക് സർക്കിൾ ചെയ്യാം. മാജിക് സർക്കിൾ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ ഇട്ടിട്ട് ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ റണ്ണിങ് ആണ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. മാജിക് സർക്കിളിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് പഠിക്കാം. നമുക്ക് ചെയിൻ 3 ചെയ്ത് കൊടുക്കാം. ചെയിൻ 3 ചെയ്തതിന് ശേഷം യാണോവർ ചെയ്യാം. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ്. നമുക്ക് ടോട്ടൽ 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചെയിൻ 3 ചെയ്തത് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തു. 1 2 3 4 5 6 7 8
8 9 10 11 12. അപ്പം 11 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 3 നമ്മൾ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ടൈലിൻ്റെ വലിച്ചിട്ട് ഈ ഒരു സർക്കിൾ ചെറുതാക്കി കൊടുക്കാം. അപ്പോൾ ഈ സർക്കിൾ ചെറുതായിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത് അതിൻ്റെ ഒരു ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ ഒരു സർക്കിൾ കിട്ടി. ഇനി വീണ്ടും ചെയിൻ 3 ചെയ്യുക. 1 2 3 ചെയിൻ 3 ചെയ്തു. സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻക്രീസിങ് സ്റ്റേജ് ആണ്. ഒരു ചെയിനിൽ തന്നെ രണ്ടെണ്ണം അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമുക്ക് 12 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടിയത്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ആകുമ്പോൾ ഓരോ ചെയിനിലും രണ്ടെണ്ണം വീതം ചെയ്യുമ്പോൾ 12ന്റെ ഡബിൾ 24 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ കിട്ടുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ഒരു സെയിം തന്നെ ഒന്നും കൂടി ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. സെയിം സ്പേസ് തന്നെ നമുക്ക് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. സെയിമിൽ തന്നെ ഒന്നും കൂടി ചെയ്യുക. അങ്ങനെ ഓരോ ചെയിനിലും 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ടോട്ടൽ നമുക്ക് 24 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടണം. ഓരോ ചെയിനിലും രണ്ടെണ്ണം വീതം ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡബിൾ ക്രോഷേ സ്റ്റിച്ചിന് പകരം സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടോ അതുപോലെ ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു ക്യാപ്പ് ഈ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടണം. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞാൽ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം എത്ര സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ എനിക്ക് 22 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. ഇനി ലാസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ടോട്ടലി 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത് ആ ഒരു ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തേർഡ് റൗണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ചെയിൻ ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ ഒരു DC ചെയ്ത് കൊടുക്കാം. സെയിം തന്നെ ഒന്ന് ചെയ്തു. ഇനി ഈ 3 ചെയിനിൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത് 2 ഡബിൾ ക്രോഷേ, ഒരു അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ, അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷേ എന്നുള്ള ഒരു പാറ്റേൺ ആണ്. 2-1-2-1 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 2 ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഇനി നമ്മൾ തൊട്ടടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഒന്നിൽ തന്നെ 2 ചെയ്യുക. ഇൻക്രീസിങ് സ്റ്റേജ് ആണിത് കേട്ടോ. ഒന്നിൽ തന്നെ 2 ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ 1 ചെയ്യാം. അടുത്ത ചെയിനിൽ ഒരു 2 ഡബിൾ ക്രോഷേ ചെയ്യാം. അടുത്ത ചെയിനിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. 2-1-2-1 എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് ഈ റൗണ്ടിൽ കിട്ടുന്നത്. ഇങ്ങനെ ഇവിടെ 2, അടുത്ത ചെയിനിൽ 1, ഈ ഒരു ചെയിനിൽ 2, അടുത്ത ചെയിനിൽ 1 എന്നുള്ള പാറ്റേൺ നമുക്ക്
ഈ റൗണ്ട് മുഴുവൻ ചെയ്ത് കൊടുക്കാം. ടു വൺ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. അടുത്ത ചെയിനിൽ 1 ചെയ്യാം. തൊട്ടടുത്ത ചെയിനിൽ ഒന്നിൽ തന്നെ 2 ഡബിൾ ക്രോഷേ ചെയ്യാം. അടുത്ത ചെയിനിൽ 1 ഡബിൾ ക്രോഷേ ചെയ്യാം. അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യാം. അടുത്ത ചെയിനിൽ 1 ഡബിൾ ക്രോഷേ. തൊട്ടടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷേ. അടുത്ത ചെയിനിൽ 1 ഡബിൾ ക്രോഷേ. അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷേ. അടുത്ത ചെയിനിൽ 1. അങ്ങനെ ഞാൻ ഈ റൗണ്ട് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയിനിലും 1 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ തേർഡ് റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പോൾ തേർഡ് റൗണ്ട് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. പിന്നെ നമ്മൾ ഈ തേർഡ് റൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഈ 3 ചെയിൻ ചെയ്തിട്ട് ഈ ഒരു ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫോർത്ത് റൗണ്ടാണ്. ചെയിൻ 3 ചെയ്യാം. സെയിം ചെയിനിൽ തന്നെ 1 DC ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫോർത്ത് റൗണ്ടിൽ 2 1 1 2 1 1 എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. 2 ഡബിൾ ക്രോഷേ, അടുത്ത ചെയിനിൽ 1 ഡബിൾ ക്രോഷേ, അടുത്ത ചെയിനിൽ 1 ഡബിൾ ക്രോഷേ, പിന്നെ അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ. ഓൾറെഡി നമ്മൾ 1 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്തതിൽ 1 ഡബിൾ ക്രോഷേ, അടുത്ത ചെയിനിൽ 1 ഡബിൾ ക്രോഷേ, അടുത്ത 2 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യാം. പിന്നെ അടുത്ത ചെയിനിൽ ഒന്നിൽ തന്നെ 2 എണ്ണം ചെയ്യാം. 1 2 സെയിം തന്നെ 2 എണ്ണം ചെയ്യാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. 2 എണ്ണം ചെയ്തു. പിന്നെ അടുത്ത 1 2 2 എണ്ണത്തിൽ ഓരോന്ന് ചെയ്തു. പിന്നെ ഈ മൂന്നാമത്തെ സ്റ്റിച്ചിൽ 2 എണ്ണം ഒന്ന് തന്നെ നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി 2 ചെയിനിലും ഓരോന്ന് വീതം ചെയ്യാം. 1 ഡബിൾ ക്രോഷേ ചെയ്യാം. അടുത്ത ചെയിനിലും 1 ഡബിൾ ക്രോഷേ ചെയ്യാം. അങ്ങനെ 2 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യാം. ഇനി അടുത്ത ചെയിനിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യാം. 1 സെയിമിൽ തന്നെ ഒന്നുകൂടി ചെയ്യാം. 2. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. 2 ഡബിൾ ക്രോഷേ ചെയ്തു. പിന്നെ അടുത്ത 2 ചെയിനിൽ 1 1 ചെയ്തു. പിന്നെ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്തു. ഈ ഒരു പാറ്റേൺ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അടുത്ത 2 ചെയിനിലും ഓരോന്ന് ചെയ്യാം. മൂന്നാമത്തെ ചെയിനിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത 2 ചെയിനിലും ഓരോന്ന് ചെയ്യാം. 1 1 ചെയ്യുക. അടുത്ത മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യുക. ഈ ഒരു പാറ്റേൺ ഈ ഫോർത്ത് റൗണ്ട് മുഴുവനും നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇങ്ങനെ ഫുള്ള് ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഈ റൗണ്ട് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് 2 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ 3 ചെയിൻ ചെയ്തതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫോർത്ത് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 42 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടുക. വീണ്ടും നമുക്ക് ചെയിൻ 3 ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത 3 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1
2 3 അടുത്ത 3 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നാലാമത്തെ ചെയിനിൽ അപ്പോൾ നമുക്ക് ന്യൂ ബോൺ സൈസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു 1 2 3 4 റൗണ്ട് മതി. ന്യൂ ബോൺ സൈസിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 3.5 ഇഞ്ച് വിഡ്ത്ത് മതി കേട്ടോ. അപ്പം ഈ 3.5 ഇഞ്ച് വിഡ്ത്ത് പറയുമ്പോൾ നമുക്ക് ഈ ഒരു 4 റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു 3.5 ഇഞ്ച് വിഡ്ത്ത് വരും. അപ്പോൾ ചില യാണിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണം നമ്മൾ റൗണ്ട് കൗണ്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, മെഷർമെൻറ്റ് നോക്കുക. ചില യാണ് തിന്നാകുമ്പോൾ നമ്മൾ ഒരുപാട് റൗണ്ട് ചെയ്യേണ്ടി വരും. തിക്കുള്ള യാണാകുമ്പോൾ നമ്മൾ 3 4 റൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് നോക്കുക. ന്യൂ ബോൺ സൈസ് ആകുമ്പോൾ നമുക്ക് 3.5 മതി. പക്ഷെ ഞാൻ 3 to 6 monthsലെ സൈസാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് കൂടി ചെയ്യാൻ പോവാണ്. അപ്പോൾ നാലാമത്തെ റൗണ്ട് നമ്മൾ ചെയ്യുന്നത് നാലാമത്തെ റൗണ്ടിൽ നമ്മൾ 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. സെയിമിൽ തന്നെ ഒരു DC ചെയ്യുക. ഇനി നമ്മൾ അടുത്ത 3 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം 1 2 3. അടുത്ത 3 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു കേട്ടോ. ഇനി അടുത്ത ചെയിനിൽ നാലാമത്തെ ചെയിനിൽ ഒന്നിൽ തന്നെ നമ്മൾ 2 എണ്ണം ചെയ്യാണ്. ഒരു DC ചെയ്തു. സെയിമിൽ തന്നെ ഒരു DC കൂടി ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക. ഇനി അടുത്ത 3 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 3 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ ഒന്നിൽ തന്നെ നാലാമത്തെ ചെയിനിൽ ഒന്നിൽ തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 2 ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക. പിന്നെ 3 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നാലാമത്തെ ചെയിനിൽ ഒന്നിൽ തന്നെ 2 എണ്ണം ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഈ റൗണ്ടിൻ്റെ ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 3 ചെയിനിലും നമുക്ക് ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് 3 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. 3 ചെയിൻ ചെയ്തതിൻ്റെ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം എൻ്റെ മെഷർമെൻറ്റ് എത്തിയിട്ടുണ്ട്. എനിക്ക് 4.5 ആണ് വിഡ്ത്ത് വേണ്ടത്. അപ്പോൾ ഇവിടെ 4.5 വിഡ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ന്യൂ ബോൺ സൈസ് ആണെങ്കിൽ നമുക്കൊരു 3.5 മതി വിഡ്ത്ത്. പിന്നെ ഞാൻ 3 to 6 months ആയിരുന്നു ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് 4.5 ആണ് ഞാൻ വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാർട്ട് നോക്കിയിട്ട് ആ ചാർട്ടിൽ എത്രയാണോ മെഷർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് 5.5 ആണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റൗണ്ട് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ റൗണ്ടിൽ ഞാൻ ചെയ്തത് ഡബിൾ ക്രോഷേ ചെയ്തു. പിന്നെ ഇവിടെ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്തു. 3 ചെയിൻ ചെയ്തു. അതിൽ തന്നെ സെയിമിൽ ഒന്നുകൂടി ചെയ്തു. പിന്നെ 3 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. നാലാമത്തെ ചെയിനിൽ ഇൻക്രീസിങ് ചെയ്തു. ഇനി അടുത്ത റൗണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 3 ചെയിൻ ചെയ്യുക. സെയിമിൽ തന്നെ ഒരു DC ചെയ്യുക. അപ്പോൾ ഇവിടെ 3 എണ്ണത്തിലാണ് ഞാൻ ഓരോ ഡബിൾ ക്രോഷേ ചെയ്തത്. അപ്പോൾ അടുത്ത റൗണ്ട് ആകുമ്പോൾ നിങ്ങൾ 4 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 4 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അഞ്ചാമത്തെ ചെയിനിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 4 ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ, അഞ്ചാമത്തെ ചെയിനിൽ 2 ഡബിൾ ക്രോഷേ എന്നുള്ളത് ആ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വിഡ്ത്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും 3 ചെയിൻ ചെയ്യുക. സെയിമിൽ തന്നെ ഒരു DC ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഇതിൽ ഈ റൗണ്ട് 4 എണ്ണത്തിലാണ് ഡബിൾ ക്രോഷേ ചെയ്തതെങ്കിൽ അടുത്ത റൗണ്ടിൽ നിങ്ങൾ 5 എണ്ണത്തിൽ 5 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. 6ാമത്തെ ചെയിനിൽ ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക.
പിന്നെയും ആ റൗണ്ട് മുഴുവനും ആ ഒരു പാറ്റേൺ ചെയ്യുക. അഞ്ചെണ്ണത്തിൽ ഓരോ ഡബിൾ ക്രോഷ്യ, ആറാമത്തതിൽ ഇൻക്രീസിങ്, അഞ്ചെണ്ണത്തിൽ ഒരു ഡബിൾ ക്രോഷ്യ, ആറാമത്തതിൽ ഇൻക്രീസിങ് എന്നുള്ളതിൽ ആ റൗണ്ട് മുഴുവനും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വിടുത്ത് വേണ്ടത് അത്രയും നിങ്ങൾ ഇങ്ങനെ ഇൻക്രീസിങ് സ്റ്റിച്ച് കൂട്ടി കൊടുക്കുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ഒരു ഇൻക്രീസിങ് ചെയ്തു, പിന്നെ 2 സ്റ്റിച്ച് ഒരു ഇൻക്രീസിങ് ചെയ്തു, പിന്നെ 3 സ്റ്റിച്ച് ഒരു ഇൻക്രീസിങ് ചെയ്തു, ഇവിടെ 4 സ്റ്റിച്ച് ഒരു ഇൻക്രീസിങ് ചെയ്തു. അടുത്ത റൗണ്ടിൽ 5 സ്റ്റിച്ച് ഒരു ഇൻക്രീസിങ്, അടുത്ത റൗണ്ടിൽ 6 സ്റ്റിച്ച് ഒരു ഇൻക്രീസിങ്, അടുത്ത റൗണ്ടിൽ 7 സ്റ്റിച്ച് ഒരു ഇൻക്രീസിങ്, പിന്നെ എൻ്റെ അടുത്ത റൗണ്ടിൽ 8 സ്റ്റിച്ച് ഒരു ഇൻക്രീസിങ് എന്നുള്ള ആ ഒരു പാറ്റേൺ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ മെഷർമെൻറ്റ് നോക്കൽ ഇങ്ങനെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ എടുത്തിട്ട് നോക്കുക. അപ്പം എത്ര വിടുത്താണോ എത്ര ഇഞ്ചാണോ നിങ്ങൾക്ക് വിടുത്ത് വേണ്ടത്, അപ്പോൾ അത്രയും എടുത്ത് കിട്ടുന്ന വരെ നിങ്ങൾ ഇങ്ങനെ ഇൻക്രീസിങ് സ്റ്റിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിടുത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ റൗണ്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഓൾറെഡി 4.5 ഇഞ്ച് വിടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വിടുത്ത് ചെയ്യുന്നില്ല. ഇനി ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ട ലെങ്ത് ആണ്. അപ്പോൾ എനിക്ക് ഈ 3 to 6 മന്ത്സിന് എത്ര ലെങ്ത് ആണോ വേണ്ടത് ആ ലെങ്ത് എത്തുന്ന വരെ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, വിടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും 3 ചെയിൻ ചെയ്യാം. പിന്നെ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ടിൽ ഇനിയുള്ള ലെങ്ത് ആവശ്യമായ റൗണ്ടിൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നില്ല. നമ്മൾ എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടുന്ന വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല, എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ ഓരോ ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഇങ്ങനെ നമുക്ക് ചെയ്തിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഇങ്ങനെ എല്ലാ ചെയിനിലും ചെയ്യുക. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഞാനിവിടെ ഈ റൗണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയപ്പോൾ എല്ലാ ചെയിനിലും ഓരോ DC വീതം ചെയ്തു. ഫസ്റ്റ് ചെയ്ത 3 ചെയിനിൻ്റെ നേരെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ റൗണ്ടിൽ 60 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻക്രീസിങ് ചെയ്തിട്ട് എത്ര സ്റ്റിച്ചാണ് കിട്ടിയെന്ന് നിങ്ങളൊന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് ഓരോ ചെയിനിലും ഓരോ DC വീതം ചെയ്തപ്പോൾ 60 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം വീണ്ടും ഞാൻ അടുത്ത റൗണ്ട് ചെയ്യാണ്. ചെയിൻ 3 ചെയ്യുക. വീണ്ടും എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ റൗണ്ട് ചെയ്ത സെയിം പാറ്റേൺ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കിങ്ങനെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എത്ര റൗണ്ടാണോ ആവശ്യം, അപ്പോൾ നമുക്കിങ്ങനെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത്, ഓരോ ഹാറ്റ് ക്യാപ്പിനും ഓരോ ലെങ്ത്താണ്, ഓരോ സൈസ് അനുസരിച്ചിട്ട് ലെങ്ത്ത് ഡിഫറൻസ് ആവും. അപ്പോൾ ന്യൂ ബോൺ സൈസ് ആകുമ്പോൾ എത്ര ലെങ്ത് ആണോ വേണ്ടത് അത്രയും ലെങ്ത്ത് കിട്ടുന്ന വരെ ഈ റൗണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC ആണ് ചെയ്തത്. അപ്പോൾ അടുത്ത റൗണ്ടിലും അങ്ങനെ തന്നെ ഓരോ ചെയിനിലും ഓരോ DC ചെയ്യുക. അങ്ങനെ നമ്മൾ 4 or 5 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് നമ്മൾ മെഷർമെൻറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 4 റൗണ്ടും കൂടി ഇതേപോലെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 10 റൗണ്ട് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 10 റൗണ്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു മെഷർമെൻ്റാണ് കിട്ടിയത്. 4 ഇഞ്ചാണ് കിട്ടിയത്. ഞാനപ്പോൾ 3 to 6 months ബേബി ആയതുകൊണ്ട് എനിക്ക് 5 to 5.5 വരെയുള്ള ഒരു മെഷർമെൻറ്റ് കിട്ടണം. അപ്പോൾ ഞാൻ ഇനി താഴോട്ടേക്ക് ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ആഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ മതി, നോർമലായിട്ടുള്ള ക്യാപ്പ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതല്ല കുറച്ചും കൂടി ഒരു നല്ല ഡിസൈന് താഴെ ഭാഗത്തേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഇത് 6 months ബേബിക്ക്
3 to 6 months വരെയുള്ള ബേബിക്ക് കറക്റ്റ് ആവും. അപ്പോൾ സെയിം പാറ്റേൺ ആണെങ്കിൽ നിങ്ങൾ 3 ചെയിൻ ചെയ്തിട്ട് എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തിട്ട് നിങ്ങൾ മെഷർമെൻറ്റ് എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പാറ്റേൺസ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. 3 ചെയിൻ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്ക് പോസ്റ്റ് ആണ്. യാൺ ഓവർ ചെയ്യുക, ഈ താഴെ ഭാഗത്തു കൂടി ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവനും ചെയ്യുന്നത്. ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക, അടുത്തത് ഒരു ബാക്ക് പോസ്റ്റ് ചെയ്യുക. ഈ ഫ്രണ്ട് പോസ്റ്റിൻ്റെയും ബാക്ക് പോസ്റ്റിൻ്റെയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് അറിയാത്തവർ ആ വീഡിയോ നോക്കിയിട്ട് നല്ലോണം ഒന്ന് പഠിച്ചതിന് ശേഷം ഈ ക്യാപ്പൊക്കെ ചെയ്യുക. ഈ സ്റ്റിച്ച് ഇങ്ങനെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്ന സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പാറ്റേൺ ആണ് കിട്ടുക. അപ്പോൾ നോർമലി ഈ ഒരു പാറ്റേൺ ആണ് കിട്ടുക. നോർമലി നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2-3 റോ ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു നീറ്റിൽ കിട്ടും. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ചെയ്യുക. ഇത് ഞാൻ 11ാമത്തെ റൗണ്ടാണ് ചെയ്യുന്നത്. 11ാമത്തെ റൗണ്ട് ഞാൻ ചെയ്യുന്നത് ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക, ഒരു ബാക്ക് പോസ്റ്റ് ചെയ്യുക, ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക, ഒരു ബാക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള ഒരു പാറ്റേൺ ചെയ്തിട്ട് ഈ ഒരു റൗണ്ട് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആകുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് പോസ്റ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത് ആ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഈ ആ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും 3 ചെയിൻ ചെയ്യാണ്. 3 ചെയിൻ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റിച്ച് ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ചിൻ്റെ നേരെ ഉള്ളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ താഴെ ചെയ്ത റൗണ്ടിൻ്റെ ബാക്ക് പോസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഫ്രണ്ട് പോസ്റ്റിൻ്റെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോസ്റ്റ്, അതുപോലെ ബാക്ക് പോസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്ക് പോസ്റ്റ്, ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും സെക്കൻഡ് റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ 2-3 റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് കിട്ടുന്ന വരെ നമ്മളിങ്ങനെ ഈ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മൾ മുകളിൽ ചെയ്ത ഫ്രണ്ട് പോസ്റ്റിൻ്റെ നേരെ മുകളിൽ ഒരു ഫ്രണ്ട് പോസ്റ്റ്, ബാക്ക് പോസ്റ്റിൻ്റെ നേരെ ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള ആ ഒരു രീതിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ്. അപ്പോൾ ഈ ഒരു ഡിസൈനായിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടും. ഞാനിവിടെ 3 റൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര മെഷർമെൻ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, എത്ര ലെങ്ത്തിലാണ് എത്ര ഇഞ്ചിലാണ് ഈ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ റൗണ്ട് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഒരു 3 റൗണ്ട് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ എത്ര മെഷർമെൻറ്റിലാണ് ഇത് വേണ്ടതെന്നുള്ള ആ ഒരു ഇത് നോക്കിയിട്ട് നിങ്ങളിങ്ങനെ എപ്പോഴും നമ്മൾ റൗണ്ട് കൗണ്ട് ചെയ്താൽ കറക്റ്റ് ആവില്ല. എന്താ വെച്ചാൽ ഓരോരുത്തരുടെ തിക്നെസ് യാണിൻ്റെ തിക്നെസ് വ്യത്യാസം ഉണ്ടാവും. ചില യാണ് 4 പ്ലൈ ആണെങ്കിലും അത് ചെറിയ ഒരു ഡിഫറെൻ്റ് ഉണ്ടാവും. ആ ഒരു തിക്നെസ്സിൽ ചിലപ്പോൾ തിന്നാവും, ചിലപ്പോൾ കുറച്ചും കൂടി കട്ടി കൂടും. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് 4 പ്ലൈ ആണ് തന്നെയാവും. എന്നാലും നമുക്ക് ആ കറക്റ്റ്
മെഷർമെൻറ്റ് കിട്ടൂല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ടാപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര ആണോ മെഷർമെൻറ്റ് വേണ്ടത്, നിങ്ങളിപ്പോൾ ഏത് സൈസാണ്, ഒരു അഡൽട്ടിനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സൽ സൈസാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സൈസ് എത്തുന്ന വരെ ആദ്യം നമ്മൾ വിടുത്ത് എത്തുന്ന വരെ ആ ഒരു ഇൻക്രീസിങ് പാറ്റേൺ ഉണ്ടല്ലോ, 1 2 1 2 1 1 2 1 1 1 2 എന്നുള്ള ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേൺ നമ്മൾ വിടുത്ത് എത്തുന്ന വരെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. വിടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട, എല്ലാ ചെയിനിലും ഓരോ DC വീതം ഇങ്ങനെ ചെയ്യുക. പിന്നെ നമ്മളൊരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള ആ ഒരു സ്റ്റിച്ച് എത്തുന്ന ആ ഒരു സ്റ്റിച്ച് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ച് ഒരു 3 ഇഞ്ച് എത്തുന്ന വരെ നമ്മൾ ഈ ഒരു ചെയിനിൽ ഓരോ DC എന്നുള്ള ഒരു പാറ്റേൺ ചെയ്യുക. പിന്നെ ആ 3 ഇഞ്ച് ബാലൻസ് വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാപ്പ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒരു നോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നോട്ടിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ നോട്ട് എടുത്ത് വെച്ചിട്ട് എഴുതുക. ഫസ്റ്റ് നമ്മളൊരു വീഡിയോ കാണുക. ഈ വീഡിയോ നമ്മളൊന്ന് നന്നായി കാണുക. ബിഗിനേഴ്സ് ആണെങ്കിലാണ് പറയുന്നത്, നന്നായി വീഡിയോ കാണുക. അതിൽ ഏതൊക്കെ സ്റ്റിച്ചസ് ആണെന്നൊക്കെ ഒന്ന് നോട്ട് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ എത്ര സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നോക്കുക, സെക്കൻഡ് റൗണ്ടിൽ എത്ര സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നോക്കുക. അങ്ങനെ ഓരോ റൗണ്ടിലും എത്ര സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത് നോക്കിയിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ഇങ്ങനെ 1 2 3 എന്ന് പറഞ്ഞിട്ട് റൗണ്ട് 1 ഇത്ര സ്റ്റിച്ച്, റൗണ്ട് 2 ഇൻക്രീസിങ് സ്റ്റിച്ച്, റൗണ്ട് 3 ഒരു ഇൻക്രീസിങ്ങും ഒരു DC, റൗണ്ട് 4 അങ്ങനെ നമ്മളിങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. പിന്നെ ഏതെങ്കിലും സ്റ്റിച്ചസ് അറിയാത്തതുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്റ്റിച്ചസ്, ഇപ്പോൾ ഫ്രണ്ട് പോസ്റ്റ് DC, ബാക്ക് പോസ്റ്റ് DC എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ബിഗിനേഴ്സിനോടാണ് പ്രത്യേകം പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പാറ്റേണും എഴുതി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പെട്ടെന്ന് ചാനൽ നമ്മളെ വീഡിയോ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇതുപോലെ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് നോക്കുക, അതുപോലെ ഈ വീഡിയോ ഓണാക്കി വെക്കുക. അങ്ങനെ രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ഇല്ല ചെയ്യാൻ. എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ആ നോട്ടിൽ നോക്കുക, ഞാൻ ചെയ്തത് കറക്റ്റ് ആണോ നോക്കുക. പിന്നെ ഇൻക്രീസിങ് സ്റ്റേജ് എത്തുമ്പോൾ കൗണ്ട് ചെയ്തിട്ട് വേണം അടുത്ത റൗണ്ടിലേക്ക് പോകാൻ. ഓരോ റൗണ്ടിലും ഇത്ര സ്റ്റിച്ച് കിട്ടണമെന്ന് നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൗണ്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന ആ റൗണ്ടിൽ അത്രയും സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതൊക്കെയാണ് ഈ ഒരു ക്യാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റിൻ്റെ സെക്കൻഡ് റൗണ്ടും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 3 ചെയിൻ ചെയ്തതിൻ്റെ നേരെ ടോപ്പിലാക്കിയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്തത് വല്ലാതെ അങ്ങനെ കാണൂല. പിന്നെ ഞാൻ ഇനി ഒരു റൗണ്ടും കൂടിയും ഈ സെയിം പാറ്റേൺ തന്നെ ചെയ്യുകയാണ്. ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് എന്നുള്ള ഒരു സെയിം പാറ്റേൺ തന്നെ ചെയ്യും. ഇപ്പം തന്നെ നമുക്കൊരു നല്ലൊരു നീറ്റ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഭാഗത്തുമ്പോൾ നല്ല എഡ്ജൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നോർമൽ ഇതാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ DC ചെയ്ത് കൊടുക്കാം. നോർമൽ അല്ലാത്ത കുറച്ചും കൂടി ഒരു പാറ്റേൺസ് മാറ്റി പിടിക്കണം എന്നുള്ളവർ ഇങ്ങനെ ഇതും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 റൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറയുന്നത് യാണിൻ്റെ തിക്നെസ്സും നിങ്ങളെടുക്കുന്ന യാണിൻ്റെ ഇതും നോക്കിയിട്ട് നിങ്ങൾക്ക് റൗണ്ട് കൗണ്ട് ചെയ്യണ്ട. നിങ്ങൾ എത്ര ഇഞ്ചാണോ, ഞാനിപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സൈസിനും ചാർട്ടിൽ ഞാൻ തന്നിട്ടുണ്ട് എത്ര ഇഞ്ചസ് ആണ് ഓരോ ന്യൂ ബോൺസ് മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള സൈസ് ചാർട്ട് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ ഇതുപോലെ ഒരു നോട്ടിൽ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാ ടൈമിലും ഈ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ കാണാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം നിങ്ങൾ പെട്ടെന്ന് ആ ചാർട്ട് നോക്കിയിട്ടാണ് അത് എത്ര വേണം. ഞാനിപ്പോൾ ഒരു 6 വയസ്സായ കുട്ടിക്കാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വലിയൊരാൾക്കാണ് ചെയ്യുന്നത്. പിന്നെ മെഷർമെൻറ്റ് നമ്മൾ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആവും കേട്ടോ. മെഷർമെൻറ്റ് ഇത് ഏകദേശം ഒരു മെഷർമെൻ്റ് ആണ് നമ്മൾ പറയുന്നത്, നോർമലായിട്ടുള്ള മെഷർമെൻ്റ് ആണ് പറയുന്നത്. ചിലപ്പം നമ്മൾ ചില ആൾക്കാർ ഇപ്പം ഒരു വയസ്സായ കുട്ടിയാണെങ്കിൽ തന്നെ ചിലപ്പം വലിയ ഒരു 2 വയസ്സായ കുട്ടിയുടെ ഒരു തടിയും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഹെഡിൻ്റെ സർക്യൂംസ്റ്റൻസും മാറും. അപ്പം നിങ്ങൾ കസ്റ്റമേഴ്സിനോടാണെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക. നിങ്ങളിപ്പോൾ കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടിക്ക് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ തലയുടെ ചുറ്റളവ് ഒന്ന് എടുക്കുക.
എത്രയാണോ വേണ്ടതെന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ഏത് സൈസാണെന്ന്. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള സൈസിൻ്റെ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസമൊക്കെ ചിലപ്പം വരും. അത് ഈ കുട്ടികളുടെ തടി അതുപോലെ വലുപ്പത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നിങ്ങൾ കസ്റ്റമേഴ്സിനോടാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചോദിക്കുക. ഞാൻ അങ്ങനെയാണ് കസ്റ്റമേഴ്സിനോട് അവരുടെ അളവുകളും ഒക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുക. അപ്പം നമുക്ക് കറക്റ്റ് ആ പെർഫെക്ഷനിൽ കിട്ടും. സൈസിൻ്റെ ചാർട്ട് നോക്കിയാലും മനസ്സിലാവും. ചിലത് ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ മെഷർമെൻറ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങൾ സൈസ് ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അത് ഇത്ര ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 to 6 months എന്നുള്ള ബേബീൻ്റെത് ചിലപ്പം ആ ബേബി കുറച്ച് തടിയുള്ള ബേബി ആണെങ്കിൽ നമുക്ക് 6 to 1 year മെഷർമെൻറ്റ് എടുക്കേണ്ടി വരും. ആ ഒരു ചെറിയ ഡിഫറൻസ് ഒക്കെ വരും. അപ്പം നോർമലി മെഷർമെൻറ്റ് ഇല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർ പറയാൻ മെഷർമെൻറ്റ് ഇല്ല, ഗിഫ്റ്റ് കൊടുക്കാനാണ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ എത്ര സൈസും അല്ലെങ്കിൽ ഏത് മാസമാണ് എത്ര മാസമായി എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഈ സൈസ് ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അതല്ല ഞങ്ങൾക്ക് കറക്റ്റ് ആ ഒരു അതേ ഷേപ്പിൽ അതേ കുട്ടിക്ക് കറക്റ്റ് സൈസിൽ തന്നെ കിട്ടണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അവരോട് അവരുടെ മെഷർമെൻറ്റ്സ് വാങ്ങിച്ചിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ കേപ്പ് എന്നല്ല, ഏതൊരു ഡ്രസ്സായാലും ഷൂ ആയാലും ഒക്കെ എന്തായാലും കസ്റ്റമേഴ്സിൻ്റെ മെഷർമെൻറ്റ് വാങ്ങിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് അവർക്കത് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു റൗണ്ട് ഇങ്ങനെ ഒരു ചെയിനിൽ ഫ്രണ്ട് പോസ്റ്റ്, ഒരു ചെയിനിൽ ബാക്ക് പോസ്റ്റ് എന്നുള്ള ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഈ ഇങ്ങനെ ഉള്ള മോഡലാണ് നമുക്ക് കിട്ടുക. നമ്മൾ ഓരോ ചെയിനിലും ഫ്രണ്ട് പോസ്റ്റിന് നേരെ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക, ബാക്ക് പോസ്റ്റിൻ്റെ നേരെ ബാക്ക് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രണ്ട് പോസ്റ്റ് ചെയ്ത സ്ഥലത്ത് ബാക്ക് പോസ്റ്റ് ചെയ്ത് അങ്ങനെ പോകരുത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ബിഗിനേഴ്സ് ആകുമ്പം ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ചിൻ്റെ നേരെ തന്നെയാണോ ഞാൻ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കണം. അപ്പോഴേ നമുക്ക് ഈ കറക്റ്റ് കണ്ടോ, ഈ ഫ്രണ്ട് പോസ്റ്റിൻ്റെ നേരെ ഫ്രണ്ട് പോസ്റ്റ്, ബാക്ക് പോസ്റ്റിൻ്റെ നേരെ ബാക്ക് പോസ്റ്റ് വരുമ്പോഴേ നമുക്ക് ആ കറക്റ്റ് ഇങ്ങനെയുള്ള ഷേപ്പ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ പാടെ എല്ലാം കൂടെ ഒരു വൃത്തിയില്ലാത്ത ഒരു മോഡലായിട്ട് വരും. അപ്പം ഫ്രണ്ട് പോസ്റ്റിന് നേരെ ഫ്രണ്ട് പോസ്റ്റ് ആണോ ചെയ്യുന്നത്, ബാക്ക് പോസ്റ്റിൻ്റെ നേരെ ബാക്ക് പോസ്റ്റ് ആണോ ചെയ്യുന്നതെന്നൊന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ ലാസ്റ്റ് റൗണ്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മെഷർമെൻറ്റ് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കുമ്പോൾ ഞാൻ 3 ചെയിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇനി നമുക്കൊന്ന് മെഷർമെൻറ്റ് നോക്കാം. ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് 5 ഇഞ്ച് 5 to 5 ഇഞ്ചാണ് വേണ്ടത്. 5 ഇഞ്ച് മതി. അപ്പം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ 1 or 2 റൗണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്നിങ്ങനെ വലിയും. അതുപോലെ തന്നെ ഈ വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ച് തന്നെയാണ് വിഡ്ത്തും വരുന്നത്. അപ്പോൾ എനിക്കിവിടെ മെഷർമെൻറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും മെഷർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് ചെയ്തത് ഒരു 1.5 ഇഞ്ചിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 2 ഇഞ്ചിൽ വേണമെങ്കിൽ ഒരു റൗണ്ടും കൂടി ചെയ്ത് കൊടുത്താൽ 2 ഇഞ്ച് കിട്ടും. ബാക്കി ഫുള്ള് ഈ ഒരു പാറ്റേണും ചെയ്യാം. 4 ഇഞ്ച് ഞാൻ ഈ ഒരു പാറ്റേൺ ചെയ്തു. 1.5 ഇഞ്ച് ഞാൻ ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് എന്നുള്ള 3 റൗണ്ട് ചെയ്തപ്പോൾ 1.5 ഇഞ്ച് കിട്ടി. അപ്പോൾ ആ ഒരു ഏകദേശം ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ മെഷർമെൻറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ ചെയിൻ 1 ചെയ്തിട്ട് ഞാനിവിടെ കട്ട് ചെയ്യാണ്. ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ വലിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്കിങ്ങനെ ബാക്കിലോട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഈ ബാക്ക് സൈഡിലേക്ക് നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം.
എന്നാൽ പിന്നെ അത് ഊരി പോവില്ല. ഇതുപോലെ ഒന്ന് നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. 1-2 നോട്ടിട്ട് കൊടുക്കുക, കുഴപ്പമില്ല. ഇത് വാഷബിൾ ആണല്ലോ, നമ്മൾ വാഷ് ചെയ്യുന്നതാണല്ലോ, അപ്പം ആ നൂല് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അധികം യാൺ എടുത്തിട്ട് കട്ട് ചെയ്യുക. എന്നാൽ 1-2 നോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കി വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു നോർമലായിട്ടുള്ള കേപ്പ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതിൽ നമ്മൾ മെയിനായിട്ട് DC യും ഫ്രണ്ട് പോസ്റ്റ് DC സ്റ്റിച്ചും DC ഇൻക്രീസും അതുപോലെ ഫ്രണ്ട് പോസ്റ്റ് DC ബാക്ക് പോസ്റ്റ് DC ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മെഷർമെൻറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൽ ഒരു 2 ഇയേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി നമുക്കൊരു ക്യൂട്ട്, ഇതിങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അതല്ല, നമുക്ക് ഇതിലൊരു ഇയേഴ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇയേഴ്സൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്യൂട്ടായിട്ട് നിൽക്കും. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഇയേഴ്സ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഞാനൊരു മാജിക് സർക്കിൾ ചെയ്യാണ്. ഈ മാജിക് സർക്കിളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. മാജിക് സർക്കിൾ ചെയ്തതിന് ശേഷം 1 2 3 ചേഞ്ച് ചെയ്യുക. ഇത് നമുക്ക് 10 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 3 ചെയിന് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇത് നമുക്ക് ടൈലൻ്റ് ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് 3 ചെയിൻ ചെയ്തതിൻ്റെ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സർക്കിൾ കിട്ടും. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഈ 10 ചെയിനിനെ നമ്മൾ ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് 3 ചെയിൻ ചെയ്ത് സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് ഒരു DC ചെയ്യാം. ഇനി ഓരോ ചെയിനിലും 2 DC വീതം ചെയ്ത് കൊടുക്കാം. ഓരോ ചെയിനിലും ഇങ്ങനെ 2 DC വീതം ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ റൗണ്ടിൽ 10 DC ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം വീതം നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ 10 എണ്ണത്തിൽ 2 എണ്ണം വീതം ചെയ്യുമ്പോൾ നമുക്ക് 20 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. നമുക്ക് ഓരോ ചെയിനിലും 2 എണ്ണം വീതം ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ സെയിമിൽ തന്നെ ഒന്നും കൂടി ചെയ്യാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം, നമുക്ക് 20 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോയെന്ന്. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ എനിക്കിവിടെ 20 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത ആ ചെയിനിൻ്റെ ടോപ്പിൽ ഈ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 20 ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 20 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടണം. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1
2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ DC വീതം ചെയ്തു, അല്ല ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ചെയിൻ 1 ചെയ്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇയേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഈ ഒരു ഇയേഴ്സാണ് ഇങ്ങനെയാണ് നമ്മൾ കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ചെയിൻ 1 ചെയ്യാം. നമുക്കിവിടെ കുറച്ചധികം ഞാൻസ് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ ഹുക്ക് ഇങ്ങനെ മുകളിലേക്ക് വലിക്കാം. അപ്പോൾ ഇയേഴ്സ് ഇങ്ങനെയാണ് കിട്ടുക. ഇതുപോലെ നമുക്ക് ഒന്നും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനുള്ളിലൂടെ ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊന്ന് ഒരു നോട്ട് ഇട്ടിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ചെയിൻ 1 ചെയ്യാം. ബാക്കോട്ട് എടുത്തിട്ട് നമുക്കിവിടെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കാം. ഇതുപോലെ ഇതിലും ചെയ്യാം. ബാക്ക് സൈഡിലേക്ക് തന്നെ എടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. നമ്മൾ ഈ ആണ് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇങ്ങനെ വലിച്ചിട്ട് താഴത്തേക്ക് എടുത്തു കൊടുക്കാം. ഇതും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊന്ന് ഫിക്സ് ചെയ്യാം. അപ്പം നമ്മൾ ഇങ്ങനെ ആദ്യം ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ 1 2 3 നാലാമത്തേതിലാണ് ഞാൻ ഇതിവിടെ വെക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ നാലാമത്തേതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ
ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു യാണിങ്ങനെ ഉള്ളിലേക്ക് എടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കും. 1 2 3 4. ശേഷം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ ആണ് നമ്മളിവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത യാണുണ്ടല്ലോ, ആ യാണൊന്ന് നമുക്കിവിടെ ഈ ഒരു നീഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്ന് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതവിടെ അറ്റാച്ചായി നിൽക്കും. ഇത് ഫിക്സ് ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് യാണ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. മറ്റേതും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ക്യാപ്പ് ഉണ്ടാവുക. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ക്യാപ്പാണ് ഇത്. ഫോട്ടോഷൂട്ടിനൊക്കെ ഒരുപാട് കളേഴ്സിലും ഒരുപാട് ഓർഡർ വന്നിട്ടുള്ള ഒരു ക്യാപ്പാണിത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നല്ലതാണെങ്കിലും ചീത്തതാണോ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അതുപോലെ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.